ഞങ്ങളുടെ വിശ്വാസ യാത്രയുടെ ആരംഭത്തിന് ആദ്യം കുറിച്ചത്, അതിനു വേണ്ടിയിട്ടുള്ള വഴികൾ ഒരുക്കാൻ എല്ലാ ജനതയും ആദ്യമായി തുടക്കം കുറിച്ചത് ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചനാണ്. ഫിലിപ്പച്ചന്റെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. മനോഹരമാണ് ഈ ദേവാലയം. പക്ഷെ പ്രിയ മക്കളെ, ഇത് മേടിക്കുമ്പോൾ വേറും വളരെ മോശമായിട്ടുള്ളൊരു ഹോളായിരുന്നു. വളരെ മോശം, യാതൊന്നുമില്ല. ഇവിടെ ദേവാലയം ഉയരുമോ എന്ന ഭയമായിരുന്നു. പക്ഷേ ആ ദേവാലയത്തിന് നിർമ്മിതിയുടെ പിന്നില് ഒത്തിരി കരങ്ങൾ അധ്വാനിച്ചിട്ടുണ്ട്. അത് ആർക്കും നന്ദി പറയുന്നില്ല. ഇനി ദൈവം നടത്തിയ വഴികളെ ഞാൻ ഒരു നിമിഷം അനുസ്മരിക്കട്ടെ. ഐ ആം വാക്കിംഗ് ത്രൂ ദ വേസ് ഓഫ് ഗാഡ്. ദൈവം നടത്തിയ വഴികളിൽ ആദ്യത്തെ വാക്ക് ഞാൻ പറഞ്ഞു ഫിലിപ്പച്ചനെ. അതിനുശേഷം 2006 സെന്റ് മാത്യൂസ് ചർച്ചിൽ ഞങ്ങള് ഇവിടുത്തെ ഈ സമൂഹത്തിന് ജേക്കബ് അങ്ങാടിയത്ത് സഹോദരന്റെ നേതൃത്വത്തില് കുറെ സഹോദരന്മാരുടെ ഇനീഷ്യേറ്റീവ് അങ്ങനെയായി. അങ്ങനെ 2006 ആരംഭിക്കുകയും രൂപതയിൽ നിന്ന് മാസത്തിലൊരു കുർബാന തുടങ്ങി. അങ്ങനെ തുടങ്ങിയ കുർബാന 2008 സ്വന്തമായിട്ടൊരു വൈദികൻ ഞാൻ 2008 ഒക്ടോബറിൽ ഇവിടെ വരാനിടയായി. അന്ന് തൊട്ട് ഇന്ന് വരെ ദൈവം നടത്തിയ വഴികളില് കൈക്കാരന്മാര്, കമ്മിറ്റിക്കാരൊക്കെ എന്നെ ഒത്തിരി സഹായിച്ചു. ഇവരെല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ആദ്യകാലത്ത് കൈക്കാരന്മാര് വിൻസെന്റ് കൊച്ചിക്കുന്നേലും ഇമ്മാനുവലും, അതോടൊപ്പം പിന്നീട് ബേബി മഞ്ചേരിയിൽ ജെയിംസ് തുണ്ടത്തിൽ അക്കൗണ്ടന്റായി തോമസ് കളപ്പുരക്കിൽ, ഇവരെല്ലാം ഇവരുടെ ശുശ്രൂഷകൾക്ക് ദൈവം സമർത്ഥമായ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബാക്കി യാത്ര തുടരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കെട്ടിടം ഇതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കുന്നതിന്റെ തുടക്കം കുറിക്കുന്ന സമയത്ത് ഈ കെട്ടിടം ആരെ പണിയേൽപ്പിക്കും? നിങ്ങൾ ഇന്നിപ്പോ ഇവിടെ കണ്ടു. ഈ മനോഹരമായിട്ടുള്ള ഇതിന്റെ വർക്കിന്റെ പിന്നിലല്ല ഒന്നുമില്ലായിരുന്നു. ജസ്റ്റ് ഇറ്റ് ഈസ് അവർ വർക്ക്. ആ വർക്കിന്റെ പിന്നില് അതിന് ചുക്കാൻ പിടിച്ചത് രാജുവാണ്, ഞങ്ങളുടെ ഇടവകയുടെ അംഗമാണ്. പക്ഷെ ഒരു വാക്ക് അഭിനന്ദിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാകെ തോന്നുകയാണ്. അതുകൊണ്ട് just as a token of our love and appreciation for your work, Raju, I welcome you to the stage and Bishop will be giving. In the name of our community, we will be giving a great thanks. ഈ അൾത്താര ഇപ്പോൾ റുഷ്മ ചെയ്ത അൾത്താരയും മധുവകയും അതോടൊപ്പമുള്ള ഈ holy sacred furnitures, that is also made. It is not made somewhere else. It is made by one of my parishioners. I am proud. Everything is measured. Nothing was there. No architect. It was formed in the mind. That is also made according to scripture. Whatever it be, I am not going to explain. And the brain behind. ദൈവം നൽകിയ വലിയ കഴിവുകൾ, അനുഗ്രഹങ്ങള് ഇതൊരു കർത്താവിന്റെ അൾത്താരയായി വിരിയാൻ കർത്താവ് നൽകിയതാ. ഈ വേമയും വേസ്കസയും അൾത്താരയും, അതോടൊപ്പം ഇനി കുമ്പസാരക്കൂട് വരും, മാതാവിന്റെ രൂപക്കൂട് വരും, അതുപോലെ ഇനി മറ്റൊരു പീഠം വരും. അതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുക. അത്ര എളുപ്പമല്ല. ഇതൊക്കെ അധ്വാനിക്കാൻ കർത്താവ് കൃപ കൊടുത്തത് സ്റ്റാൻലിയാണ്. ഐ കൺഗ്രാജുലേറ്റ് യു ഇൻ ദ നെയിം ഓഫ് ദ കമ്മ്യൂണിറ്റി. ഐ വെൽക്കം യു സ്റ്റാൻലി. സക്രാരി വെക്കാൻ ഒരു ചെറിയൊരു പീഠം എന്ന് നിങ്ങൾക്ക് തോന്നാം. ഏത് രീതിയിലായിരിക്കണമെന്ന് ഞങ്ങൾ ഏറെ നാളുകളുടെ ഒരു ചിന്തയായിരുന്നു. അതൊരു കാസയുടെ രൂപത്തിലെ ചാലീസ്, where we are keeping the blessed sacrament. Tabernacle is kept there. That is designed and made by one of our parishioners. He was from the beginning of this construction renovation program. He was from the first day till the last day. He was with us too. That is Jose. I welcome you, Jose. ഞങ്ങളുടെ യാത്ര, we started many places. We celebrated Mass at St. Matthews, St. Andrews, St. James Church in Henderson. Then we had Grace Lutheran Church. Then beyond our expectation, we were having our Sunday regular Mass in a synagogue, a Bethel synagogue. So everything was divine providence. I acknowledge, I pray for that all those people who were so generous to us. May God bless them. There are some representatives from
either one of these communities, they are also here. May God bless them all. ഈ കെട്ടിടത്തിന്റെ ജീവിതയാത്രയിൽ സ്ഥലം വാങ്ങുമ്പോൾ ഞാൻ ഇനി പല പേരുകൾ പറയാനുണ്ട്. പറയുന്ന പേരുകളിൽ ചിലപ്പോൾ ആരുടെങ്കിലും പേര് വിട്ടുപോകാനൊക്കെ സാധ്യതയുണ്ട്. ആരും ഒന്നും ചിന്തിക്കരുതൊന്നും മനഃപൂർവ്വമല്ല. ആരുടെയും എല്ലാവരെയും പറയണമെന്നുണ്ട്. എല്ലാവരും ഭാഗവാഹിത്വമായിരുന്നു. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയട്ടെ. സ്ഥലം വാങ്ങുമ്പോൾ പർച്ചേസിന്റെ കമ്മീഷൻ വാങ്ങാതെ ഈ സ്ഥലത്തിന് മേടിച്ച ഉടനെ അതിന്റെ റിയൽ എസ്റ്റേറ്റിന് കിട്ടിയ പൈസയും കൂടെ പള്ളിക്ക് ദാനം ചെയ്യാനും അതിനുവേണ്ടി പിന്നീട് പ്രവർത്തിച്ച് ജോ മാത്യുവിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഔട്ട്സൈഡ് കമ്മ്യൂണിറ്റിയെ കോണ്ടാക്ട് ചെയ്യാൻ അതുപോലെ ഒരു റിസോഴ്സ് ടീം ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് പലപ്പോഴും നിങ്ങളുടെ അടുത്തൊക്കെ പൈസയും കാര്യങ്ങളായിട്ട് വന്നു. ദാറ്റ് ഇസ് നോട്ട് എൻ ഈസി തിങ് ടു ആസ്ക് മണി ഫോർ ഐദർ ലൈക്ക് എ കൾച്ചറൽ പ്രോഗ്രാം ഓർ വാട്ട് ഓർ ഇറ്റ് ബി. അതൊരു ടീം ഉണ്ടായിരുന്നു. അതിനെ ലീഡ് ചെയ്ത് ജിമ്മിയാണ്. ഐ അപ്രീഷിയേറ്റ് ഹിസ് ലീഡർഷിപ്പ് ഇൻ ദാറ്റ് ആൻഡ് ഓൾ ദ മെമ്പേഴ്സ് ഇൻ ദാറ്റ് ഓൾസോ. എല്ലാവരുടെയും പേരങ്ങനെ പറയുമല്ല, അത്രമാത്രം. ആ പേര് വരും വേറൊരു സമയത്ത് ഇത് വരും. അപ്പൊ അതുകൊണ്ട് പറയുന്നില്ല. അതോടൊപ്പം ഞങ്ങളോടൊപ്പം സഹോദരി സ്ഥാപനങ്ങളായിട്ട് നിലകൊണ്ട ഓർത്തഡോക്സ് ജാക്കോബൈറ്റ് മാർത്തോമ കമ്മ്യൂണിറ്റികൾ എപ്പോഴും ഞങ്ങളോട് ചേർന്ന് നിന്ന ആ സമൂഹത്തിലെ അംഗങ്ങൾ ഇപ്പോൾ ഈ ഉദാശ കർമ്മത്തിലുണ്ട്. സോ ഐ റിയലി അപ്രീഷിയേറ്റ്. ടുഗദർ വിത്ത് ദാറ്റ് there are other faith community also. Hindus, Muslim brethren are also with us. That means we live here as one family. We appreciate your presence. From the depth of my heart and in the name of our diocese and this parish, I thank you each and every one of from other outside community for your generous support and your cordiality with us. May God bless you. തുടർന്നുള്ള ഞങ്ങളുടെ യാത്രയിൽ ഇപ്പോഴത്തെ ജോലികളെല്ലാം വളരെ കാര്യക്ഷമമായിട്ട് നടക്കുകയാണ്. ഇതിന്റെ പിന്നിൽ ഞങ്ങൾക്ക് കുറെ അധ്വാനങ്ങളുണ്ടായിരുന്നു. ബില്ലുകൾ, ബാങ്കിങ്, എല്ലാവരോടും കാശ് മേടിക്കുക, ഇതെല്ലാം എഴുതി പിടിപ്പിക്കുക, ഇങ്ങനെയൊക്കെ പരിപാടികൾ ഞങ്ങളുടെ രണ്ട് കൈക്കാരന്മാർ ഇപ്പോഴെന്റെ ഇടംവലം കൈയായിട്ട് നിൽക്കുന്ന അജിത് സക്രിയാസും തോമസ് പുടുക്കിലും, അതോടൊപ്പം അക്കൗണ്ടന്റ് തോമസ് അരിക്കാട്, സണ്ണി സെബാസ്റ്റ്യൻ, ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ കൂടുതൽ വാക്ക് നീട്ടാതെയാണ് പറയുന്നത്. യുവർ വർക്ക് ഈസ് വണ്ടർഫുൾ ആൻഡ് ദ പാരിഷ് കൗൺസിൽ മെമ്പേഴ്സ്, ദേ ആർ ഓൾ ദ സപ്പോർട്ട്. പിതാവ് അഭിനന്ദിച്ചു തന്നെ, പക്ഷെ അധ്വാനം മറ്റുള്ളവരുടെ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐ സേ. അതുകൊണ്ട് എല്ലാ പാരിഷ് കൗൺസിൽ മെമ്പേഴ്സ് തീർന്നോ, എല്ലാ കമ്മിറ്റിയും ഇഷ്ടം പോലെ ആൾക്കാർ എല്ലാവരും ഉണ്ട്. ഇതെല്ലാം എവറിത്തിങ് ഈസ് ദെയർ ഹാർഡ് വർക്ക്. അങ്ങനെ മുൻകാലത്തും ഇപ്പോഴുമുള്ള എല്ലാ ഭാരവാഹികളെയും ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഈ റിനോവേഷൻ വർക്കിന് ഇവരോടൊപ്പം ചേർന്ന് സഹകരിച്ചത്, എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് എന്ത് കാര്യങ്ങളുണ്ട് എന്നോടല്ല, ഞാൻ പലപ്പോഴും ചോദിക്കും എന്താ ചെയ്യണ്ടേ അതുപോലെ. കാരണം ഞങ്ങൾക്കൊരു സിവിൽ എഞ്ചിനീയർ ഞങ്ങളുടെ കൂടെയുണ്ട്. പുറമേ നിന്നായിരിക്കാം എന്ന് നിങ്ങൾ ഓർക്കില്ല. ഞങ്ങളുടെ കൂടെ ഒരു സിവിൽ എഞ്ചിനീയർ, ഞങ്ങളുടെ തന്നെ കമ്മ്യൂണിറ്റി മെമ്പർ ജോർജ് കുറ്റിക്കൽ. ഇതിന്റെ കോൺട്രാക്ടിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് പുറത്താണ്, പക്ഷെ എപ്പോഴും സൗഹൃദത്തോടെ നിൽക്കുന്ന ഐസക്, അദ്ദേഹത്തിന്റെ ലൈസൻസിന്റെ ലേബലില്ല ഞങ്ങളുടെ വർക്കൊക്കെ. സോ ഹീ സൂപ്പർവൈസിങ്, ഹീ ഈസ് എവരിബഡി. സോ ഐസക് ഇവിടെ ഉണ്ടോ? സോ ഇനി വാട്ട് വുഡ് ബി ദ നെയിം ഓഫ് ദ കമ്മ്യൂണിറ്റി? ഐ താങ്ക് ഐസക് ഫോർ ദാറ്റ്. ഈ പണി തുടങ്ങിയ അന്ന് തൊട്ട് ഒരു 5-6 മാസം നീണ്ടു നിൽക്കുന്നതാ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഒരു തപസ്യാണ്. അന്ന് തുടങ്ങി ഇന്ന് വരെ ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ ഈ കെട്ടിടത്തിൽ വന്ന 2 പേരുണ്ട്. 2 people were here every day from the day of what we bought till today. Every day they were there. I can't but tell their names. It is Babu Kuttikal and Thangachan. So കുറ്റിയാത്ത്, സോറി ബാബുവിന്റെ പേര് ദീക്ഷത്തിലങ്ങ് പറഞ്ഞപ്പോ കുറ്റിയാത്ത് നാട്ടോ. അപ്പൊ അതുകൊണ്ട് ഒന്നോടെ എടുത്ത് പറഞ്ഞു. സോ ദാറ്റ് ഈസ് ഗ്രേറ്റ്ലി കേട്ടോ. രണ്ടാമതൊന്ന് പേര് പറയാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതാ, ബാബു കുറ്റിയാത്ത്. അതോടൊപ്പം
സത്യത്തിൽ ഈ കുറച്ച് സ്ഥലമൊക്കെ മേടിച്ച് മുന്നോട്ട് പോയപ്പോഴുണ്ടല്ലോ എന്ത് പറ്റിയെന്നറിയാവോ? കുറച്ച് കഴിഞ്ഞപ്പോൾ ആത്മാർത്ഥയോടെ പറയുവാണെങ്കിൽ പരിപാടി നിൽക്കുമെന്ന് ഞാൻ ഓർത്തു, മുന്നോട്ട് പോകില്ല. പരിപാടി എങ്ങനെ മുന്നോട്ട് പോകും? അവിടെ നിന്ന് പൈസയില്ല. എന്താ വെച്ചാൽ എല്ലാവരും കൈമലർത്തി, എന്റെ മുമ്പിൽ കൈമലർത്തി എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റൂ? ഒരു സുപ്രഭാതത്തില് ഒരു $10,000 വേണമെന്നും പറഞ്ഞു ഇമെയിൽ വിട്ടു. ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛാ ഇനി എപ്പോഴും പൈസ ചോദിച്ചോണ്ട് ഇങ്ങനെ പറയരുത്, എപ്പോഴും അച്ഛൻ ഇങ്ങനെ ഇമെയിൽ വിടും, $10,000 വേണ്ടത്, ഞാനങ്ങ് തന്നാലോ എന്ന് ചോദിച്ചു. ഞാൻ ഓർത്ത് സത്യമാണോ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ആ സഹോദരി പറഞ്ഞു ഞാൻ തരാമെന്ന് പറഞ്ഞു. അത് മോനിക്ക അഗസ്റ്റിനാണ് $10,000 വേണം. എന്തെങ്കിലും തിരുത്താം. അന്ന് എന്ത് പറ്റിയെന്നറിയാവോ? ആ ചെക്ക് വാങ്ങിയത് തുടങ്ങി ഞങ്ങളുടെ ദൈവാനുഗ്രഹത്തിന്റെ ഒരു ഒഴുക്ക്. ഒരാള് പോക്കറ്റ് തുറന്നപ്പോ എല്ലാവർക്കും വാശിയായി. Now we have to give. അങ്ങനെ ഒരു 30,000 രൂപയുടെ പലരായിട്ട് തന്നിട്ടുള്ളവരുടെ ലിസ്റ്റാ. പെട്ടെന്നൊന്ന് വായിക്കാൻ പറഞ്ഞില്ലെങ്കിൽ മോശമാണ്. അതുകൊണ്ട് അന്ന് തുടങ്ങിയ ആളുകൾ $30,000 $35,000 അടുത്തുള്ളത് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഞങ്ങൾക്ക് തന്നു. ഞാൻ നീട്ടുന്നില്ല, പക്ഷേ that was a boost. So we thank Monica and the community, and that was a touching stone. Lord touched us and we appreciate and we start our rebirth. അന്ന് തുടങ്ങിയ ആ വലിയ ബൂസ്റ്റില് ഇന്ന് പണി തീർന്ന ഈ നിമിഷം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവര് വാട്ടർ ടേബിൾ ആൻഡ് പാനലിംഗ് ജോലിയെല്ലാം അദ്ദേഹം ചെയ്തുവെങ്കിലും അതിന്റെ എക്സ്പെൻസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെയൊക്കെ വാങ്ങും. ഈ ജോലിയെല്ലാം ഫ്രീ ആയിട്ട് സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓർക്കണം. പക്ഷെ മരം വാങ്ങണം, അതുപോലുള്ള സാധനങ്ങൾ ഞാൻ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് ആളുകൾ ഇതിനൊക്കെ എല്ലാത്തിനും പൈസ തരും. ഇതൊക്കെ 10,000 രൂപയുടെ അല്ലെങ്കിൽ 15,000 രൂപയൊക്കെയാണ്. If we are buying, it will be 15,000 like that. It will be costly. So you know, everything is very solid wood. It is for the church. So that is why. അപ്പോൾ വാട്ടർ ടേബിൾ ആൻഡ് ദിസ് പാനലിംഗ്, പേര് പറയാൻ ഇഷ്ടമില്ല, ഒരു ബെനഫാക്ടർ ആൻഡ് ഫാമിലി. ടബർനാക്കിള് ചാൾസ് ആൻഡ് സ്റ്റെല്ല ലോഗോ. വാട്ടർ ചെയർ പിതാവിരിക്കുന്നത് അത് തന്നത് സുമാ ജോയി, അത് സുജോയുടെ അമ്മയാണ്. ആ പേര് പലർക്കും പരിചയമില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ബേമ, ഞാൻ ഈ നിൽക്കുന്നത് ജോൺ ആൻഡ് റാണി ബഹാമ, അല്ല സോറി വെർലിംഗ്ടൺ. വാട്ടർ ലൈറ്റ്സ് ആൻഡോ സോളി ആൻഡ് സിറിൽ റെനി. അതോടൊപ്പം ഓഫർ ട്രീ ടേബിൾസ് വേസ്കസ എന്ന് പറയുന്നത് ബേബിച്ചൻ വത്സമ്മ, അവിടെ നമ്മൾ അഭിഷേകം ചെയ്തത് ബേബിച്ചൻ വത്സമ്മ ആൻഡ് ഷിബു ബേബിച്ചൻ വത്സമ്മ. അതുപോലെ സാക്രിസ്റ്റിന്റെ ടേബിള് ഷെറിൻ ആൻഡ് ടീന. അതോടൊപ്പം ലെക്ടേൺ ഒരെണ്ണം ഒന്നുകൂടെ വരും, അത് ലേറ്റർ. സോ ദാറ്റ് ഈസ് അനീഷ് ആൻഡ് അനദർ ഈസ് ഷിബു ഷീലർ. മറ്റൊന്ന് ഹോളി വാട്ടർ ഹോൾഡേഴ്സ്, ഒരെണ്ണം വെച്ചുകൊണ്ട് ഇന്നത്തെ കഴിയുമ്പോൾ നാളെ അടുത്തത് വയ്ക്കും. അപ്പൊ ഹോളി വാട്ടർ ഹോൾഡേഴ്സ് സുജു, രഞ്ജിനി ആൻഡ് ഫെലിക്സ് നിഷ. അതോടൊപ്പം ഓഫറിംഗ് ബോക്സ് വരുന്നേ ഉള്ളൂ, പൈസ ഇടാനായിട്ട്. ഇന്ന് ടെമ്പററി ഉണ്ട്, ഒരു ഓഫറിംഗ് ബോക്സ് ഉണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കും നിങ്ങളുടെ ഒരു ഡൊണേഷൻ വേണം. ഓക്കെ, ഐ ആം ഗിവിംഗ് യു എ ചാൻസ്. സോ ദാറ്റ് ഈസ് ഓഫറിംഗ് ബോക്സ്. ആരുടെ പേരെപ്പാട് കുമ്പസാരം കൂടി വരുന്നേ ഉള്ളൂ. കൺഫെഷണൽ ഡേവിസ് പേരെപ്പാട്. ഡ്രിങ്കിംഗ് വാട്ടർ ഫൗണ്ടൻ അജിത്, ഞങ്ങളുടെ കൈകാരൻ അജിത് സക്രിയ ആൻഡ് ഫാമിലി. ആൻഡ് ദെൻ പ്യൂ ബെഞ്ച്, ഈ ഇരിക്കുന്ന ബെഞ്ചുകള് അതില് 21 ജോർജ് ആൻഡ് റിജിമോൾ ആണ്. 2 വേറൊരു ബെനഫാക്ടർ, മറ്റൊരെണ്ണം ജോസഫ് ടോമി. അതോടൊപ്പം വിൻഡോ ഗ്ലാസസ്, അതങ്ങനെ ഓരോ വ്യക്തികൾ തിരിയാണ്. ജോർജ് ഷൈനി, സോബി ഡേവിഡ്, ജോളി റോസ്ലിൻ, ജോമി സുജ, ജോജോ ലിനി, ബിജു ബിന്ദു, അവരാണ് നിന്നത്. എല്ലായിടത്തും കൈയടിക്കാത്തതാണ്, അവസാനം കൈയടിക്കാത്താണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ അധികം പറ്റില്ല. സാങ്ച്വറി വാൾ ട്രിംസ് ആ സൈഡിൽ കൂടെ വെച്ചിരിക്കുന്നത്, അതിന് ടോമി എൽസി. അതുപോലെ വാൾട്ടർ റെയിൽസ് ഈ വെച്ചിരിക്കുന്നത് അവിടെ ഇവിടെയൊക്കെ ഉള്ളത് കാണുന്നത്, അതൊക്കെ തോമസ് സെബാസ്റ്റ്യൻ ആൻഡ് മിനി. സൗണ്ട് സിസ്റ്റം ഞങ്ങൾക്ക് ഒരു പഴഞ്ചൊരു സിസ്റ്റം ആയിരുന്നു. പള്ളി വരുമ്പോൾ ഒരു സൗണ്ട് സിസ്റ്റം വേണ്ടേ, പെട്ടെന്ന് അതിനു വേണ്ടി ജിമ്മി, ഷാജി, ജോർജ് കുറ്റിക്കൽ, ജോർജ് ജോസഫ്, ബിനോയ് പാറത്തട്ടേൽ, ജോയിസ്, സി ജെ തോമസ്, ജോ മാത്യു, ഡേവിസ് പേരപ്പാടൻ. അതോടൊപ്പം അതിന് ചേർന്ന് മൈക്സ് ആൻഡ് സ്പീക്കേഴ്സ് എല്ലാം കൂടെ കൂടി റെജി ചാക്കോ,
മാത്യു മേപ്പറും ജോജോയുടെ ഡാഡ്, ഇവരെല്ലാവരും കൂടിയാണ് ഈ സിസ്റ്റങ്ങളെല്ലാം തന്നത്. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. സീലിംഗ് ഫാൻസ് ഒരു ബെനഫാക്ടർ ആണ്, പേരങ്ങ് പറയുന്നില്ല, അത്രേ ഉള്ളൂ. അതോടൊപ്പം മെയിൻ ഡോർ നമുക്ക് തന്നിരിക്കുന്നത് ചർച്ചിന്റെ മെയിൻ ഡോർ, സോറി. അതോടൊപ്പം സീലിംഗ് ഫാൻസ് 2 ബെനഫാക്ടർ. അതോടൊപ്പം വേറെ ഉണ്ട് രാജു റാണി അപ്പക്സിൽ നിന്ന്. അതോടൊപ്പം ചർച്ചിന്റെ മെയിൻ ഡോർ ജോ മാത്യു ആൻഡ് ഫിലോ. അതോടൊപ്പം സൈഡ് ഡോർ. സോ എവറിത്തിങ് ചർച്ചിന്റെ എല്ലാം എവറിത്തിങ് ഇസ് ഡൊണേറ്റഡ്. നോ ബിനോയ്, ഷൈനി പുതുപ്പറമ്പിൽ, സാന്റി ബിന്ദു. അതോടൊപ്പം ബാബു തോമസ് ആൻഡ് റാണി, ദെൻ തോമസ് പുളിക്കൽ ആൻഡ് ഡോക്ടർ ജോസ് ആന്റണി ആൻഡ് അലക്സ് തന്നിക്കരി. അതോടൊപ്പം ക്രോസ് ഓൺ ദ റൂഫ് ടോപ്പ് ബാബു കുറ്റിയത്ത് ആണ് അത്. അതുപോലെ ജോസ് ആണ് അത് വർക്ക്ഔട്ട് ചെയ്തത്. അതുപോലെ മറ്റൊരു ഇതുള്ളത് പ്യൂ ഷാംപൂയിങ് ജോജോ മോൻ മഞ്ചപ്പള്ളി, വിൻഡോ ബ്ലൈൻഡ്സ് സണ്ണി ജാൻസി, ക്രിസ്മസ് ട്രീ ആൻഡ് ഓൾട്ടർ ഫ്ലവേഴ്സ്, നോവിലായിരിക്കുന്ന പൂക്കളൊക്കെ CJ തോമസ്. എല്ലായിടത്തും ദൈവത്തിന്റെ വഴികൾ നടന്നി അതെല്ലാം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ മുതൽ എല്ലാ ദിവസവും ഇവിടെ ദിവ്യബലി ഉണ്ടായിരിക്കും. ഇവിടെ ആയിരിക്കും കുർബാന. സൺഡേ മാസ് വിൽ ബി അറ്റ് 9 AM. ഇതൊരു ടെമ്പററി, ഇത് നമ്മുടെ സാധാരണ ഒരു ഇതാണ്. ചിലപ്പോൾ ജസ്റ്റ് വി ക്യാൻ ചേഞ്ച് പിന്നീട് വേണമെങ്കിൽ. സോ അതുപോലെ ഇട ദിവസം 8:30 ബിഗ് ഡേയ്സ് രാവിലെ നമുക്ക് വി ക്യാൻ ഇറ്റ് ഈസ് പ്ലയബിൾ ടു ചേഞ്ച് ലേറ്റർ. ഇഫ് സോ വി വിൽ ലെറ്റ് യു നോ. എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യുന്നു ഞായറാഴ്ചകളിലെ കുർബാനയ്ക്ക്. അകലങ്ങളിലുള്ളവർക്ക് വേണ്ടിയിട്ട് പോലും നമുക്ക് പിന്നീട് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് നടത്താം. ഇഫ് യു ആർ ഫാർ അവേ, ബട്ട് വി വെൽക്കം ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് യു ടു ബി പാർട്ട് ഓഫ് ദാറ്റ്. ടുഡേ ഇറ്റ്സ് എ ഗ്രേറ്റ് ഡേ ഓഫ് ബ്ലെസ്സിങ്. ബ്ലെസ് യു. നീട്ടിയ അച്ഛനല്ലേ, സാരമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപ. ഇനി ആരുടെയെങ്കിലും കാര്യങ്ങൾ ഒരു വാക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഞങ്ങൾ പ്രത്യേകിച്ച് പേര് എടുത്തെടുത്ത് പറഞ്ഞതായിട്ട് കൂട്ടണം എന്നോർക്കുക. പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ അധ്വാനിച്ച് നിങ്ങളെല്ലാവരും പണം, ഇതിന്റെ ഒക്കെ കാശ് നിന്നെല്ലാവരും അധ്വാനിച്ച്. നേഴ്സുമാരൊക്കെ പറയും എന്താ വെച്ചാൽ രാത്രി ഉറക്കും അടച്ച് ജോലി ചെയ്യുന്നു, ബാക്കി ഇതൊക്കെ തരുന്നു. മക്കളെ തമ്പരാൻ തരുവന് ബാക്കി കേട്ടോ. നിങ്ങൾ തന്ന പൈസയാണ്, ഒന്നും ദുരുപയോഗിച്ചിട്ടില്ല. എനിക്ക് അഭിമാനത്തോടെ സന്തോഷത്തോടെ ഞാൻ നിൽക്കുക. Not even $1 is wasted here. So I am happy and proud. And those who took the charge and those who were leading the renovation program, they did a good job. Nobody made even $1 profit for their pocket or anything. But so every penny is well used. So God will bless them. And എല്ലാവരെയും അംഗീകരിച്ചപ്പോ തോമസ് അച്ഛന്മാർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞതാ. എങ്കിലും അച്ഛനെ വികാരിച്ച് നന്ദി പറഞ്ഞു. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഈച്ചെന്നവരുമാണ്. ഞങ്ങളുടെ നാളത്തെ ദിവ്യബലി രാവിലെ 8:30 ആയിരിക്കും. ആ ബലിയിലും ഇവരുടെ ഇടവക മുഴുവനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാകും. ദൈവം അനുഗ്രഹിക്കട്ടെ. അഭിമന്യ പിതാവെ, ഈ സമൂഹത്തിന്റെ പേരിൽ നമുക്ക് അഭിമന്യ പിതാവിന് ഈ ഇതൊക്കെ സമ്മാനങ്ങളൊക്കെ തന്ന ഈ സംഭാവന ചെയ്ത് എല്ലാവരെയും അഭിനന്ദിക്കാൻ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സന്നദ്ധിയിൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തമ്പുരാൻ തന്ന ദാനത്തിന് ഒരു നിമിഷം കണ്ണടച്ച് ചെറിയൊരു പ്രാർത്ഥന നമുക്ക് ചൊല്ലി ഇന്നത്തെ ശുശ്രൂഷ ഉപസംഹരിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കർത്താവിന്റെ വഴിയിലൂടെ വഴി നടത്തിയ ഈ വലിയ കൃപയ്ക്ക് നന്ദി. ഞങ്ങളുടെ എല്ലാ ജീവിതയാത്രയിലും ഞങ്ങളെ നയിച്ചവര്, ചിലരുടെ പേരൊക്കെ ഞങ്ങൾ ഓർത്തു, ചിലവരുടെ പേര് ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നാഥ അങ്ങയുടെ പുസ്തകത്തിൽ അവരുടെ എല്ലാം പേരുണ്ട്. ഇതിന്റെ പിന്നിൽ അധ്വാനിച്ചവര്, ഓടി നടന്നവര്, ഭാരം വഹിച്ചവര്, പുറത്ത് പുല്ലുവെട്ട് തുടങ്ങി, വഴിയൊരുക്കൽ തുടങ്ങി. ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് 5-6 കമ്മിറ്റിക്കാര് ശരിക്കും അധ്വാനിച്ച് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ എല്ലാം ഇതിന്റെ പിന്നില് നിങ്ങൾ അവിടെയൊക്കെ കാണും. അവരെല്ലാം ദൈവമേ അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളിപ്പോൾ നടത്തിയ എല്ലാ സംരംഭങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ഫുഡ് കമ്മിറ്റി, അതുപോലെ റിസപ്ഷൻ കമ്മിറ്റിയിൽ എല്ലാ മക്കളെയും സഹായിക്കണമേ. ഡെക്കറേഷനുമായിട്ട് ബന്ധപ്പെട്ടവര്, ലോജിസ്റ്റിക്സ് അങ്ങനെയുള്ളവര്, ലിറ്ററേച്ചർ കമ്മിറ്റി, എല്ലാ കമ്മിറ്റിയിലുള്ള എല്ലാ അംഗങ്ങളെയും, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഇതുമായിട്ട് പ്രവർത്തിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും പേരില് അമ്മേ മാതാവേ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ സ്തുതിയുടെ പ്രാർത്ഥന കൃപ നിറഞ്ഞ പറയുമേ. സ്വസ്തി കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അടിയത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
സോ താങ്ക് യു. എല്ലാവരുടെയും പേരിൽ അഭിവന്യ പിതാവിന്റെ നന്ദി പറഞ്ഞു. Just one thing before giving the blessing. Today is the first Sunday of Advent. ആഗമനകാലം ഒന്നാം ഞായറാഴ്ച ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ ക്രിസ്മസുകൾക്കുമായിട്ടുള്ള 25ാം നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. So let us prepare very well for the birthday of Jesus, the Lord and God, and let us prepare ourselves very well for this incoming Christmas. And also we are waiting for the new year, and so I take this moment to greet you and wish you all Merry Christmas and Happy New Year. And also you may notice a little change from the normal routine of our Holy Kurbana, which has been followed until now. Now the structure of our Holy Kurbana, as it is decided by the Synod, Syro-Moral Bishop Synod, first is formally this way. First part will be at the Bema. This table is called the Bema. The liturgy of the word will be celebrated here. After the creed, the celebrant will be entering the Holy of Holies, the sanctuary area, facing the altar or the east. So, and final part for the communion. After the communion, again the priest will be facing the congregation for the final blessing. This is a formal decision, and in our diocese, whenever we have our own churches, once it is established, we will start the very day of consecration to do that way. So until that Sunday, of course, we are using other facilities, so we could use the whatever way we could use that. But now on, since it is our own, we have to be our own mode of celebration. So hereafter it will be this mode. And of course, a lot of things are behind the symbolisms, and duly Father Augustine will explain those things to you. So let us rejoice once again, give thanks to God, and as we are going to share the food, and also as we are going to share our own greetings and felicitations to one another, let us rejoice and be glad. Let us give thanks to God. And now let us bow down our heads for a short blessing. God our Father, we are assembled here in your presence as your children today. You have blessed us with this particular church, and we are giving thanks to you for elevating it as our own full-fledged parish and appointing Father Augustine as his first vicar. Lord, this is your work and your blessing, and we bring each and every family, each and every member to you, so that each and every one of us be blessed by your loving hand. Keep us in a loving heart, and help us to follow you after the mother of our own mother, Mother of God, Our Lady of Lourdes. And under the protection of Blessed Mother, help us to grow in the grace of the Lord, as Blessed Mother raised baby Jesus into his full maturity. All the angels and saints help us and pray for us. As we are going to share the food, Lord, bless the food and all those who help to prepare this food, and all of us who are going to share it. Be nourished by this food, so that we may serve you with all our heart and mind. The grace of our Lord Jesus Christ, the love of God the Father, and the fellowship of the Holy Spirit be with you all now and forever. Amen. Thank you. ഞാനിപ്പോൾ നിൽക്കുന്നത് അമേരിക്കയിലെ നോർത്ത് കരോളിന എന്ന സംസ്ഥാനത്താണ്. ഇവിടെ ലൂർദ് മാതാ കാത്തലിക് ചർച്ച് ഇവിടെ പുതുതായി ഇന്ന് രൂപം കൊള്ളുകയായിരുന്നു. ഇന്ന് ഈ പള്ളിയുടെ കൂദാശയായിരുന്നു. അതിൻ്റെ തിരുമുറ്റത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരുമോ? എന്താണ് പേര്? എൻ്റെ പേര് ജോഷി. എന്താണ്? സുസ്മിത. എന്ത് ചെയ്യുന്നു? ഞാൻ നേഴ്സാണ്. എങ്ങനെയുണ്ട് പള്ളി? ഇഷ്ടപ്പെട്ടോ പള്ളിയൊക്കെ? അടിപൊളിയായില്ലേ? നന്നായി പോകുന്നു. നല്ല പള്ളി, ഇഷ്ടപ്പെട്ടു. ഈ പള്ളിയിലെ മെമ്പർ തന്നെയാണ്? ഈ പള്ളിയിലെ മെമ്പറാണ്. ഒരു വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് ഇവിടെ നിന്ന് ഒരു 5 മൈൽ അപ്പുറത്ത് മോറിസ്വിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അടുത്ത് തന്നെയാണ്. MCTVയുടെ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? എന്താ പേര്? എൻ്റെ പേര് ജോർജ്. പേര് ഷൈനി. എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ നേഴ്സായിട്ട് ഞാൻ റെസ്പിറ്ററി പ്രാക്ടീസ്. പള്ളിയൊക്കെ ഇഷ്ടപ്പെട്ടോ? പള്ളി നല്ല പള്ളി, നല്ല പള്ളി. ഇനിയും കൂടുതൽ സൺഡേകൾ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു മാതാവിൻ്റെ പള്ളി വരിക എന്നുള്ളത്. അത് സാധിച്ചു. അതുകൊണ്ട് വീക്കെൻഡ് ഓപ്ഷനൊക്കെ മാറി എല്ലാ സൺഡേകളും വളരെ സന്തോഷമാണ്. വളരെ ഹാപ്പിയാണ്. ഒത്തിരി ദൈവാനുഗ്രഹമാണ്. ഒരുപാട് ഞാൻ തൊടുപുഴ. ഞാൻ MCTV നിന്നാണ്. നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരുമോ?
എൻ്റെ പേര് റെജി എന്നാണ്. ഇതെൻ്റെ ഒരു ഭാര്യ ഷൈബി. ശരി, ഒരേ ഒരു ഭാര്യയാണ്. പിന്നെ ഒരേ ഒരു മക്കളെ ഉള്ളോ? അല്ല, 2 മക്കളുണ്ട്, ജോയലും ജിഷയും. ശരി. പിന്നെ എന്ത് തോന്നുന്നു ചർച്ചൊക്കെ കണ്ടിട്ട്? എല്ലാവരുടെയും മുഖത്ത് വളരെ സന്തോഷവും അഭിമാനവും ഒക്കെ കാണുന്നു. നോർത്ത് കരോളിനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു പള്ളി വരുന്നതുകൊണ്ട് വളരെയധികം സന്തോഷമാണ്. ആദ്യമായിട്ടൊരു മലയാളം പള്ളി അല്ലേ? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നു. ഇന്നത്തെ പാട്ടൊക്കെ ലീഡ് ചെയ്യുന്നത് കേട്ടു. നല്ലതായിട്ട് പാട്ടൊക്കെ പാടുമല്ലോ. ഷൈബി പാടുവോ? ഞാൻ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. സപ്പോർട്ട് ഒന്ന് പരിചയപ്പെട്ടോട്ടെ MCN TVയുടെ പ്രേക്ഷകർക്ക്. എന്താണ് പേര്? എൻ്റെ പേര് ജോർജ്. റെജിമോൾ. റെജിമോൾ എന്ത് ചെയ്യുന്നു? ഞാൻ നേഴ്സാണ്. ഈ പള്ളിയിലെ മെമ്പറാണ്? ഈ പള്ളിയിലെ മെമ്പറാ. എവിടെയാ താമസിക്കുന്നത്? താമസിക്കുന്ന മോറിസില്ലേ? അടുത്ത് തന്നെയല്ലേ? അടുത്ത് തന്നെ. എനിക്ക് തോന്നുന്നു പള്ളി വന്നിട്ട് വളരെ സന്തോഷമായി. പിന്നെ ഞങ്ങളുടെ ഞാൻ കണ്ടു വോളണ്ടിയറായിട്ട് ഒത്തിരി പ്രതീക്ഷയുടെ കാത്തിരുന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചു. ഞാൻ കണ്ടു വളരെ ആക്റ്റീവായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഭയങ്കര സന്തോഷത്തിന്റെ ദിവസമായിരുന്നു. അതെ അതെ അതെ, പെരുന്നാളിന്റെ ദിവസമായിരുന്നു. നമുക്ക് വളരെ അനുഗ്രഹദായകമായ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ MCN TV കാണാറുണ്ടോ? MCN TV ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, റെഗുലറായിട്ട് കാണാറില്ല. ഇനി മുതൽ കാണാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും കാണുക. അച്ഛൻ, ഞങ്ങൾ MCN TV ന്നാണ്. MCN TVയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു സന്ദേശം പറയുന്നത്. അച്ഛൻ്റെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. അച്ഛൻ ഇവിടുത്തെ ആദ്യത്തെ വികാരിയാണ്. അച്ഛൻ എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? ഇവിടെ നടന്നത് മുഴുവനും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വഴികളാണ്. അതുകൊണ്ട് എനിക്കൊരു വാക്കേ പറയാനുള്ളൂ. വിശുദ്ധരൊക്കെ പറയുന്നത് പോലെ സങ്കീർത്തനാണ് അവർ ഉരുവിട്ടത്. അവർ പറഞ്ഞു, ഐ വിൽ സിംഗ് ദ മേഴ്സീസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ കാരുണ്യത്തെന്നും പ്രകീർത്തിക്കുമെന്ന്. ഇത് മുഴുവനും ദൈവത്തിൻ്റെ കാരുണ്യമാണ്. ഞങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങി, പക്ഷെ ദൈവത്തിന് വേണ്ടി നൽകിയാൽ എല്ലാം 10 മടങ്ങ് തിരിച്ചു കിട്ടുമെന്ന് വിശ്വസിക്കുക. ഞങ്ങൾ ഒരിക്കലും ഒന്നിൻ്റെയും കുറവുണ്ടാവില്ല. ജനങ്ങൾ ഒത്തിരി ജീവിതം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെയുള്ളവർ. പക്ഷേ അവരുടെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ജീവിതം തുടങ്ങാൻ ആരംഭിക്കുന്നതെന്ന് പറഞ്ഞാൽ നാട്ടിൽ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ഇവിടെയുണ്ട്, അവരുടെ ഫാമിലി സെറ്റ് ചെയ്യുക. പക്ഷേ ഒരു ദേവാലയം വന്നപ്പോൾ എല്ലാവരും ഒരേ ഹൃദയത്തോടെ, ഒരേ ആഹ്ലാദത്തോടെ അതിനുവേണ്ടി അധ്വാനിക്കാനായിട്ട് വന്നു. അവരുടെ കൂടെ ഞാൻ നിൽക്കുന്നെന്ന് മാത്രം. ദൈവജനത്തെ നയിക്കാനുള്ളൊരു കടമ. ആദ്യത്തെ വികാരിയായപ്പോൾ വലിയൊരു ബാധ്യതയുണ്ട്. പക്ഷേ ദൈവം ഏൽപ്പിച്ച ജോലി ആയതുകൊണ്ട് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. സന്തോഷത്തോടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൻ്റെ ചാരിതാർത്ഥ്യമുണ്ട്. സോ എൻ്റെ മക്കളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. ഓക്കെ. എൻ്റെ പേര് ജോളി. ഇവിടെ അടുത്ത ജോലി ചെയ്യുന്നത് വേക്ക്മേഡ് ഹോസ്പിറ്റലിലാണ്. പള്ളി അടിപൊളി പള്ളി. ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പള്ളി തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വളരെ അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും മാതാവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എൻ്റെ പേര് അനു. വേക്ക്മേഡ് ക്യാരി. പള്ളി ഇഷ്ടപ്പെട്ടു. നല്ല ഷോർട്ട്, സ്മോൾ ആൻഡ് ക്യൂട്ട്. ഒരു ഐശ്വര്യം ഉണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ. അതെ അതെ, ഇവിടെ അടുത്താ, 10 മിനിറ്റ്. നാട്ടിലെ കണ്ണൂര്. 2 ബോയ്സ്, 12 ഇയറും 11 ഇയറും. ഷേർലി. അല്ല, ഇവിടുന്ന് ഒരു 35 മിനിറ്റ് ദൂരമുണ്ട്. ഗാർണർ എന്ന് പറയുന്ന സ്ഥലം. ഇല്ല, ഞാൻ സാറ്റർഡേ സൺഡേ ജോലിയാണ്. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വിശേഷ ദിവസങ്ങളിലൊക്കെ വരാൻ നോക്കും. അത്രയേ ഉള്ളൂ. അലീന. ഹോളി സ്പ്രിങ്സ് ഹൈസ്കൂളിൽ. പിന്നെ എങ്ങനെയുണ്ട്? പള്ളിയൊക്കെ ഇഷ്ടപ്പെട്ടോ? പള്ളി ഇഷ്ടപ്പെട്ടു. നല്ലതായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടോ? ഇനിയിപ്പോൾ എല്ലാ സൺഡേയിലും സൺഡേ സ്കൂളിലൊക്കെ വരാൻ പറ്റും. എപ്പോഴും വരും. നിങ്ങൾ നേരത്തെ എവിടെയായിരുന്നു സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്? നേരത്തെ ഞാൻ ഇടയ്ക്ക് ഇംഗ്ലീഷിൽ പോയായിരുന്നു, പിന്നെ ഇടയ്ക്ക് നിർത്തി. പിന്നെ മലയാളം പള്ളി വന്നുകൊണ്ട് പിന്നെ വരുന്നു. എൻ്റെ പേര് ബാബു കുറ്റിയത്ത്. ഞാനിവിടെ അപ്പെക്സിൽ. എൻ്റെ ഹസ്ബൻഡ്. മക്കൾ 2 പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോകുന്നു. പള്ളിയൊക്കെ ഇഷ്ടപ്പെട്ടു. അതെ അതെ. എല്ലാ സൺഡേയിലും വരാൻ പറ്റും അല്ലേ? ഹാപ്പി ആയോ? താങ്ക് യു സോ മച്ച്. താങ്ക് യു. എൻ്റെ പേര് സൂസി. എവിടെ ജോലി ചെയ്യുന്നത്? ഇവിടെ UNCയിൽ. അതെ, ഇവിടെ വരുന്ന മെമ്പർ. എങ്ങനെയുണ്ട്? ചർച്ചൊക്കെ ഇഷ്ടപ്പെട്ടോ? വെരി ബ്യൂട്ടിഫുൾ. ഇന്നത്തെ ഫംഗ്ഷനൊക്കെ എങ്ങനെയുണ്ട്? ശരിക്കും തീർച്ചയായിട്ടും നല്ലതായിരുന്നു. മുഖത്തുള്ള സന്തോഷം, അഭിമാനമൊക്കെ കാണുമ്പോൾ ഓഫ് കോഴ്സ് അതിന്റെ പിന്നിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ അല്ലേ? ഒത്തിരി
ഒത്തിരി നന്നായിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാ സൺഡേ MCN TVയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? എന്താ ചേട്ടന്റെ പേര്? എൻ്റെ പേര് ജോ മാത്യൂസ് പറയും. എൻ്റെ പേര് ഫിലോ. നിങ്ങൾ ഇവിടുത്തെ ഈ ചർച്ചിലെ മെമ്പേഴ്സ് തന്നെയാണ് അല്ലേ? ഞങ്ങൾ ഈ ചർച്ചിലെ മെമ്പേഴ്സ് തന്നെയാണ്. ഇവിടെ ഞാൻ റിയൽ എസ്റ്റേറ്റിലാണ്. ഈ പള്ളിയുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. അതെന്നറിയാമോ? വളരെ വളരെ എല്ലാവരുടെയും കഷ്ടപ്പാടിന്റെ എല്ലാം ഇന്നത് പൂവണിയുകയാണ്. മനോഹരമായ ഒരു പള്ളി അല്ലേ? സ്വപ്നങ്ങളെല്ലാം പൂവണിയുകയാണ്. അത് തന്നെ, എന്ത് രസം. ഇന്ന് എന്ത് തോന്നുന്നു ഇന്നത്തെ ആരാധനയും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ? അഭിമാനമാണോ സന്തോഷമാണോ? എല്ലാം കൂടെ എന്താ ഭയങ്കര സന്തോഷം, ഭയങ്കര സമാധാനം. ശരിക്കും ഒരു നല്ല ശാന്തത തോന്നുന്നു. നമുക്ക് എന്നെ പറഞ്ഞു ഇവിടുന്ന് പോകാൻ തോന്നത്തില്ല, അതുപോലെ ഒരു നല്ല അന്തരീക്ഷമാണ്. അതുപോലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നുള്ള ആ ഫീലിംഗ് നമുക്കത് ഫീൽ ചെയ്യാനൊക്കെ എല്ലാവരും കൂടെ ഒത്തുകൂടി ഇങ്ങനെ ഒത്തൊരുമിച്ച് ഈ ദേവാലയം ഇങ്ങനെ വന്ന് അവസാനം ഇത് ഫൈനൽ സ്റ്റേജിൽ വന്ന് ഇതെല്ലാം ബ്ലെസ്സിങ്ങും എല്ലാം ആയി കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. നോർത്ത് കരോളയിലെ മലയാളികളുടെ ഒരു അഭിമാനത്തിന്റെ സ്തംഭമാണ് നോർത്ത് കരോളയിലെ ആദ്യത്തെ മലയാളി കാത്തലിക് ചർച്ചാണ്. ഇന്ത്യൻ കാത്തലിക് ചർച്ച്. അത് അങ്ങനെയുള്ള ഭയങ്കര അഭിമാനമുണ്ട്. അപ്പോൾ ഇതിലെ മെമ്പേഴ്സിന് ഡെഫിനറ്റ് ആയിട്ടും അഭിമാനിക്കാനുള്ള ഒത്തിരി തീർച്ചയായിട്ടും ഈ ബിൽഡിംഗ് 6 മാസം മുമ്പ് ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ അന്ന് കണ്ടായിരുന്നെങ്കിൽ thousands of miles of difference between that and ഇന്ന് കാണുന്നത്. സോ ആ വ്യത്യാസം ദൈവം കൊണ്ടുവന്ന ആളുകളിൽ കൂടി. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഞാൻ MCN TVയിൽ നിന്നാണ്. എങ്ങനെയുണ്ട്? പള്ളിയൊക്കെ ഇഷ്ടപ്പെട്ടോ? പള്ളിക്ക് ഇഷ്ടപ്പെട്ടു. മോളുടെ പേരെന്താ? ജസ്മ. മോളുടെ പേര്? സാന്ദ്ര. ഇവിടെയാണോ? ഇവിടെ അടുത്ത് തന്നെയാണോ താമസിക്കുന്നത്? എങ്ങനെ തോന്നുന്നു ഈ ചർച്ചൊക്കെ കണ്ടിട്ട്? വളരെ ഇഷ്ടപ്പെട്ടോ? നല്ല രസമുണ്ട്. നല്ല രസമുണ്ട് കാണാനൊക്കെ. നീ എല്ലാ സൺഡേ വരുമോ? താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ ബൈ. ഞാൻ MCN TVയിലാണ്. MCN TVയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തി തരാം അവരുടെ പേര്. എൻ്റെ പേര് പ്രതീഷ് തോമസ്. ഞാനിവിടെ ചാപ്പലിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് അമ്മു മരിയ. ഞാൻ ഹൗസ് വൈഫാണ്. മോൾ ലിയന. എങ്ങനെയുണ്ട്? പള്ളി ഇഷ്ടപ്പെട്ടോ? പള്ളി വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല പള്ളിയാണ്, നല്ല ഭംഗിയുണ്ട്. എല്ലാവർക്കും ഒത്തൊരുമിക്കാൻ പറ്റിയൊരു ഒരു ആലയമാണെന്ന് പറയാം. നല്ല പള്ളിയാണ്.